ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ കൂടിയായ ഗോപകുമാർ സാറിലേക്കാണ് പോകുന്നത്. ശ്രീ ഗോപകുമാർ സാർ, കേരളത്തിലെ ഈ രാഷ്ട്രീയ സംസ്കാരം മാറുന്നു എന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ച ഒരു സാഹചര്യം. ഈ തലസ്ഥാനത്തെ കോർപ്പറേഷനിലെ ഒരു വിജയം, അത് ഇപ്പോൾ ശശി തരൂരിൻ്റെ ഒരു ട്വീറ്റും കൂടെ, ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം കൂടെ പുറത്തു വന്നൊരു ഘട്ടമുണ്ട്. അതായത് ഒരു രാഷ്ട്രീയ മാറ്റം, അത്തരത്തിലൊരു മാറ്റം വരുന്നു എന്നതിൻ്റെ സൂചന, തലസ്ഥാനത്തെ രാഷ്ട്രീയം മാറുന്നു എന്ന് ശശി തരൂരടക്കം പറയുന്ന ഒരു സ്ഥിതിയുണ്ട്. എങ്ങനെയാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ NDAയുടെ വിജയത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയവുമായി നമുക്കൊന്ന് കൂട്ടിക്കെട്ടാൻ സാധിക്കുക? തിളക്കമാർന്ന വിജയം തന്നെയാണ് NDAക്ക് BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേടാൻ കഴിഞ്ഞത്. ഒരു ലെവൽ ഓഫ് അങ്ങേയറ്റം ദുർബലമായി നിൽക്കുന്നു എന്നൊരു 15 കൊല്ലം മുമ്പ് കണ്ടിരുന്ന സ്ഥാനത്ത് നിന്ന് ഇന്ന് ഭരണത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ കാഠിന്യമായ ഒരു യാത്രയിൽ കൂടിയാണ് നേടിയതെന്നോ സംശയമില്ല. അതോടൊപ്പം വികസനത്തിൻ്റെ ഒരു വലിയൊരു ഉറപ്പ് BJP പ്രധാനമന്ത്രി ഉൾപ്പെടെ നൽകുന്നുണ്ടെന്നുള്ളൊരു സന്ദേശം ഇവിടെയുണ്ട്. ഇന്ന് എക്സിൽ കുറിച്ചത് മാത്രമല്ല, തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ ഭരണത്തിൽ വരികയാണെങ്കിൽ 45-ാം ദിവസം തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു പദ്ധതി, വ്യക്തമായൊരു പ്ലാന് പ്രധാനമന്ത്രിയെ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് റിലീസ് ചെയ്യിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തെ ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. കേരളത്തിൻ്റെ വികസനത്തിൽ തിരുവനന്തപുരം അതിൻ്റെ ഒരു വഴികാട്ടിയാകും ഭാവിയിൽ. ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നായി തിരുവനന്തപുരത്തെ മാറ്റാം എന്നും BJP ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ കോൺക്ലേവുകളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ, അതിൻ്റെ ഉദ്ദേശലക്ഷ്യം നേടി, ഇനി പ്രവർത്തനത്തിലാണ് കാണിക്കേണ്ടത്. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്ക് പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസാണ് ഉള്ളതെന്നാണ്. ആ പെർഫോമൻസ് ആണ് ഇനി കാണേണ്ടത്. അടുത്ത 5 വർഷം പെർഫോമൻസാണ് കാണേണ്ടത്. ആ നിലയ്ക്ക് വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള അനന്തമായ സാധ്യതകളുള്ള ഈ നഗരത്തിന് 101 കൗൺസിലേഴ്സുള്ള കോർപ്പറേഷനിൽ ഇത്രയും ഇനിയും വികസിച്ച് കിഴക്കൻ മേഖലകൾ കൂടി തിരുവനന്തപുരം നഗരത്തിൻ്റെ പരിധിയിൽ വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വികസനത്തിൻ്റെ ഒരു പുതിയൊരു പാത ഇവിടെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കേരളത്തിന് തന്നെ, കേരള രാഷ്ട്രീയത്തിന്, താങ്കൾ ചോദിച്ച ആ ചോദ്യം, കേരള രാഷ്ട്രീയത്തിന് തന്നെ ഒരു മാറ്റത്തിന് വഴി കാണിക്കാൻ പറ്റും. കാരണം കക്ഷി രാഷ്ട്രീയം, അതിൻ്റെ മൂർധന്യാവസ്ഥയിലുള്ള ധ്രുവീകരണം എന്നുള്ളതിനപ്പുറം വികസനമാണ് പ്രധാനമെന്നും രാജ്യത്തെ ജനങ്ങൾക്ക് വികസനവും ക്ഷേമ പദ്ധതികളും കൊണ്ടുവരിക, അത് നിർണായകമായ കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഡൽഹിയിൽ ഭരണമുണ്ട്, 19 സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ ചില മേഖലകളിൽ ഭരണം കിട്ടുന്നു എന്നുള്ള സൂചനകളുണ്ട്. അപ്പോൾ വികസനം കേരളത്തിലുണ്ടായാൽ തീർച്ചയായിട്ടും BJPക്ക് കേരളത്തിൽ ഭാവിയുണ്ട്. ഇതാണ് എനിക്ക് ആദ്യത്തിൽ പറയാനുള്ളത്. യെസ്.